And welcome to the new video. So in the last video I have discussed about the quantization, noise and truncation and rounding processes. Now let us discuss about the error due to truncation and rounding. സോ ട്രങ്കേഷനും റൗണ്ടിങ്ങും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എറർ, അതായത് അതിൻ്റെ റേഞ്ച് ഏത് റേഞ്ചിലാണ് അത് കിടക്കുന്നുണ്ടാവുക, അതേപോലെ അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇതിൽ പറയാൻ പോകുന്നത്. അതായത് ഇവിടെ തന്നെ നമുക്ക് പല കേസുകളും വരും. അതായത് സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം ഉണ്ട്, വൺസ് കോംപ്ലിമെൻ്റ് ഉണ്ട്, ടൂസ് കോംപ്ലിമെൻ്റ് ഉണ്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് ഉണ്ട്. ഇപ്പോൾ ഈ ഓരോ കേസിലെയും റിലേഷനാണ് നോക്കുന്നത്. അതായത് ട്രങ്കേഷൻ അല്ലെങ്കിൽ റൗണ്ടിങ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് ആ എററിന്. ഓക്കെ, അതായത് ആ ഡിഫറൻസിനാണ് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലും ഈ നമ്മൾ ട്രങ്കേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റൗണ്ടഡ് ആയിട്ടുള്ള വാല്യൂ തമ്മിലുള്ള ഒരു ഡിഫറൻസ് നോക്കിയിട്ടാണ് നമ്മൾ എറർ പറയുന്നത്. എന്നിട്ട് അതിൻ്റെ ഒരു റേഞ്ച് ആണ് വെക്കുന്നത്. അതിലെ മാക്സിമം മിനിമം കണ്ടുപിടിച്ചിട്ട് നമുക്ക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത്രയാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രങ്കേഷൻ വെച്ചിട്ടാണ്. സോ ഇഫ് ദ ക്വാണ്ടൈസേഷൻ മെത്തേഡ് ഈസ് ദാറ്റ് ഓഫ് ട്രങ്കേഷൻ, then the number is approximated by the nearest level that does not exceed it. Nearest level that does not exceed it. ആൻഡ് അപ്പോൾ അതായത് ട്രങ്കേഷൻ ചെയ്യുമ്പോൾ നമുക്കറിയാം നിയറസ്റ്റ് ലെവലായിട്ടാണ് അപ്രോക്സിമേറ്റ് ചെയ്യുന്നത്, അല്ലേ? നിയറസ്റ്റ് ലെവലിനെ ആയിട്ടാണ് അപ്രോക്സിമേറ്റ് ചെയ്യുന്നത്. ആ ലെവൽ എന്ന് പറഞ്ഞാൽ എന്തായാലും അതിനെ എക്സീഡ് ചെയ്യാത്ത രീതിയിലായിരിക്കും. ആൻഡ് ഇൻ ദിസ് കേസ് ദ എറർ ഈസ് സീറോ ഓർ നെഗറ്റീവ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? സീറോ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എറർ എടുക്കുന്നത് ട്രങ്കേറ്റഡ് വാല്യൂ മൈനസ് ആക്ച്വൽ വാല്യൂ ആണ് എടുക്കുന്നത്. ഓക്കെ, അതായത് ഇവിടുത്തെ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറർ ആയിട്ട് നമ്മൾ എടുക്കുന്നത് എക്സ് ടി മൈനസ് എക്സ് ആണ്. ഈ എക്സ് ടി നമ്മളുടെ ട്രങ്കേറ്റഡ് വാല്യൂ, എക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ആക്ച്വൽ വാല്യൂ ആണ്. ഓക്കെ, ഇപ്പോൾ ആ ഡിഫറൻസ് ആണ് ഇവിടെ എന്തെന്ന് പറയുന്നത്. ഒന്നെങ്കിൽ സീറോ ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇനീക്വാലിറ്റിയിലേക്ക് കൊണ്ടുവരാം ഇതിനെ. അപ്പോൾ എറർ ഡ്യൂ ടു truncation follows the inequality വരാൻ പോകുന്നത് എന്തായിരിക്കും? എന്തായാലും സീറോയ്ക്കും എന്തിനും ഇടയിൽ വരണം. സീറോ അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മുടെ എറർ, ദാറ്റ് ഈസ് എക്സ് ടി മൈനസ് എക്സ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് ടു റേസ് ടു മൈനസ് ബി, അല്ലേ? ടു റേസ് ടു മൈനസ് ബി ആയ എന്തായാലും നെഗറ്റീവിൽ മാക്സിമം പോകാവുന്ന വാല്യൂ. അപ്പോൾ ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. ഇതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഈ സംഭവമാണ് നമ്മളുടെ റേഞ്ച് വരുന്നത്. ഈ കേസിൽ തന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് തൽക്കാലം എടുത്തിട്ടുള്ളത്. എക്സ് പോസിറ്റീവ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇത് പറഞ്ഞ് വന്നിട്ടുള്ളത്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കാന്ന് മാത്രം. ഇതിന് വേണമെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ കയ്യിലൊരു ഡെസിമൽ നമ്പർ ഉണ്ട്, സേ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. അതിൻ്റെ വാല്യൂ 0.1289065. ഇതാണ് നമ്മളുടെ വാല്യൂ. ഇതിൻ്റെ ബൈനറി ഇക്വാലന്റ്, ഇത് ഡെസിമൽ വാല്യൂ ആണ്. സോ ഇതിൻ്റെ ബൈനറി ഇക്വാലന്റ് വരിക 0.001000001. ഇതാണ് അതിൻ്റെ ബൈനറി ഇക്വാലന്റ് എടുക്കുന്നത്. അതായത് 348 ബിറ്റ്സിൽ നമ്മൾ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനെ എനിക്ക് ട്രങ്കേറ്റ് ചെയ്യണം. ഈ സാധനത്തിന് ഞാൻ ട്രങ്കേറ്റ് ചെയ്യാണ് ടു 4 ബിറ്റ്സ്. ഇതിനെ നമ്മൾ ട്രങ്കേറ്റ് ടു 4 ബിറ്റ്സ്. സോ ട്രങ്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 എണ്ണം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിനെ അവിടെ നമ്മൾ റിമൂവ് ചെയ്ത് കളയാന്നാണ് അർത്ഥം. അപ്പോൾ റിമൂവ് ചെയ്ത് കളയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുക 0.0010. അതായത് കൂടി 4 എണ്ണമായി. അതിന് ശേഷമുള്ള നമ്മൾ എന്തായി റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇതാണ് നമുക്ക് വാല്യൂ കിട്ടുക, അല്ലേ? 0.0010 ടു ദ ബേസ് 2.
ഇതിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഡെസിമൽ വാല്യൂ എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും? നമുക്ക് ചെയ്ത് നോക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡെസിമൽ വാല്യൂ എടുത്താൽ നമുക്ക് കിട്ടുക 0.125 എന്നാണ് കിട്ടുക. 0.125. ഇതിൽ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഇതിന് ശേഷം നെഗ്ലക്ട് ചെയ്ത് കളയാ, റിമൂവ് ചെയ്ത് കളയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വാല്യൂ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ ട്രങ്കേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത്, XT എന്ന് പറയുന്നത്. ഇതായിരുന്നു എൻ്റെ X എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കേസിൽ എറർ എന്താ വരിക? സോ ഹിയർ എറർ വിൽ ബി ഈക്വൽ ടു XT minus X, which is equal to 0.125 minus മറ്റേ വാല്യൂ 0.12890,625 ഇതായിരുന്നല്ലോ. അപ്പോൾ എറർ നമുക്കിവിടെ കിട്ടാൻ പോകുന്നത് -0.00390,625. ഇതാണ് നമുക്കിവിടെ കിട്ടാൻ പോകുന്ന വാല്യൂ. ഈ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 2 - b ആയിരിക്കും. ഈ കേസിൽ -2 - b എന്ന് പറഞ്ഞാൽ -2 - 4, അതായത് -0.0625 അല്ലേ? ഇതിനെക്കാട്ടിലും വലുതാണ് എന്തായാലും ഇത്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഇനീക്വാലിറ്റി എന്തായി? സാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു ഈ XT - X എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ അവിടെ പറഞ്ഞു എന്ന് മാത്രം. അപ്പം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യം, ഈ ഒരു കണ്ടീഷൻ, ഈ ഇക്വേഷൻ ഇനീക്വാലിറ്റി 1 എന്ന് പറയാം. ഇനീക്വാലിറ്റി 1 എറർ ഡ്യൂ ടു ട്രങ്കേഷൻ ഫോളോസ് ദിസ് ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് സൈൻ മാഗ്നിറ്റ്യൂഡ് ആയാലും 1's കോംപ്ലിമെന്റ് ആയാലും 2's കോംപ്ലിമെന്റ് ആയാലും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഏതിനൊക്കെയാ? സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം സാറ്റിസ്ഫൈ ചെയ്യും. അതേപോലെ തന്നെ 1's കോംപ്ലിമെന്റ് സാറ്റിസ്ഫൈഡ് ആണ്. 2's കോംപ്ലിമെന്റും സാറ്റിസ്ഫൈഡ് ആണ്, പ്രൊവൈഡഡ് ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് ഈ എല്ലാ കേസിലും എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0. പോസിറ്റീവ് വാല്യൂസിനാണ് ഇപ്പോൾ ഇത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൂ. അപ്പോൾ നെഗറ്റീവ് വാല്യൂസിന് ഈ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ പോസിറ്റീവ് വാല്യൂസിനെല്ലാം ഈ സാധനം ഹോൾഡ് ചെയ്യും. അതായത് 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു XT - X ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു -2 - b എന്നുള്ളത് സാറ്റിസ്ഫൈഡ് ആണ്. നെഗറ്റീവ് വാല്യൂസിൻ്റെ അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. ഓക്കെ, നമ്മളത് ഓരോ കേസുകളിലായിട്ട് ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ അടുത്ത പേജിൽ പറയാം. ഓക്കെ, നമ്മൾ നെഗറ്റീവ് വാല്യൂസിൻ്റെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ 2's കോംപ്ലിമെന്റ് റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് ആദ്യം ചെക്ക് ചെയ്യാം. അപ്പോൾ 2's കോംപ്ലിമെന്റ് നമുക്കറിയാം, പോസിറ്റീവ് നമ്പേഴ്സിനെ നോർമൽ രീതിയിലും, അതായത് പോസിറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ നോർമൽ ബൈനറി റെപ്രസെൻറ്റേഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. നെഗറ്റീവ് നമ്പർ വരുമ്പോഴാണ് നമ്മൾ എന്തെടുക്കുന്നത്? 2's കോംപ്ലിമെന്റ് എടുക്കുന്നത്. അതേപോലെ തന്നെ 1's കോംപ്ലിമെന്റിലും അതേപോലെ തന്നെ 2's ഓർ 1's കോംപ്ലിമെന്റ് എടുക്കുന്നത് നെഗറ്റീവിന്റെ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ അതിൽ തന്നെ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാം ഓൾറെഡി. നെഗറ്റീവ് നമ്പറിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ ഒരു റിലേഷൻ കൂടി ഉണ്ട്. അപ്പോൾ അതിന്റെ ബേസിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ നെഗറ്റീവ് നമ്പർ ഈസ് ഗിവൺ ബൈ x ഈസ് ഈക്വൽ ടു 1 - സിഗ്മ i ഈക്വൽ ടു 1 to b ci 2 - i. ഇതാണ് റിലേഷൻ വരുന്നത്. ഓക്കെ, ഇപ്പോൾ ബി എന്ന് പറഞ്ഞാൽ മൊത്തം അതിലുള്ള ബിറ്റ്സ് ആണ്, എത്ര ബിറ്റ്സ് ആണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഇത് കിട്ടും. അതായത് ഏറ്റവും അവസാനം നമ്മുടെ കയ്യിലൊരു 2's കോംപ്ലിമെന്റ് റെപ്രസെൻറ്റേഷൻ കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്ന് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം കാണാൻ വേണ്ടിയിട്ടാണ്, സൈൻ അല്ല, മാഗ്നിറ്റ്യൂഡ് മാത്രം കാണാൻ വേണ്ടിയിട്ട്, നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കാണാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് എന്ത് കിട്ടും? മാഗ്നിറ്റ്യൂഡ് കിട്ടും. അപ്പോൾ ആ ഒരു ഇക്വേഷൻ്റെ ബേസിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ 1's കോംപ്ലിമെന്റിനും ഇക്വേഷൻ ഉണ്ട്, അതിൻ്റെ ബേസിലാണ് നമ്മൾ അത് ചെയ്യുക. ഇതാണ് എൻ്റെ കയ്യിലുള്ള ഒരു നെഗറ്റീവ് നമ്പർ ആണ് എക്സ് എന്ന് വിചാരിക്കുക. അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനുള്ള റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മാഗ്നിറ്റ്യൂഡിനുള്ള റെപ്രസെൻറ്റേഷൻ ആണ്, സൈൻ ഇല്ല. ഓക്കെ, അപ്പോൾ ഇനി ഇതിനെ ഞാൻ ട്രങ്കേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇഫ് വി ട്രങ്കേറ്റ് ദിസ്, ട്രങ്കേറ്റ് ദ നമ്പർ എന്ന് പറഞ്ഞാൽ മേലെ കാണുന്ന നമ്പർ എക്സ് ടു n ബിറ്റ്സ് ആയിട്ടാണ് ട്രങ്കേറ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള b ബിറ്റ്സിൻ്റെ ആണ്. അപ്പോൾ അതിനെ n ബിറ്റ്സ് ആയിട്ട് ട്രങ്കേറ്റ് ചെയ്തു. അത് ഞാൻ റെപ്രസെൻറ്റ് XT ആണ്. ഇപ്പോൾ സെയിം മാഗ്നിറ്റ്യൂഡിൻ്റെ ഇത് തന്നെ വരിക. സിഗ്മ നേരത്തെ ഫുൾ ബിറ്റ് ഉണ്ടായിരുന്നപ്പോൾ 1 to
എന്തെന്ന് എഴുതി, ബി എന്ന് എഴുതി. ഇപ്പം എമ്മിൽ നിൽക്കണം. ഇപ്പം M1 to M വരെ വരുള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെ, CI 2⁻⁻I എന്ന് വരും. ഓക്കെ, കാരണം ഇവിടെ മൊത്തം നമ്മൾ ബി ബിറ്റ്സ് ഉണ്ടായിരുന്നു, ഇവിടെ നമ്മളത് ട്രങ്കേറ്റ് ചെയ്തിട്ട് ഈ രീതിയിലേക്ക്. അപ്പോൾ ദെയർഫോർ നമുക്ക് ഇവിടുത്തെ ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ് കാണാമല്ലോ. ദെയർഫോർ മാഗ്നിറ്റ്യൂഡ് മാത്രമേ നോക്കുന്നുള്ളൂ എന്നുള്ളത് വീണ്ടും ഞാൻ പറയുന്നത്. ദെയർഫോർ ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ്, ആ എററിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കിട്ടുള്ളൂ, അതിന്റെ കറക്റ്റ് എറർ അല്ല, ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ്. സോ ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും, xt മൈനസ് എക്സ് വിൽ ബി ഈക്വൽ ടു, ഇത് രണ്ടും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിലത്തെ 1 ക്യാൻസൽ ആയി പോകും, ബാക്കി ഇത് മൈനസ് ഇത് എന്നുള്ള രീതിയിൽ വരും അതല്ലേ. സിഗ്മ ഐ ഈക്വൽ ടു 1 to b CI 2⁻⁻I മൈനസ് സിഗ്മ ഐ ഈക്വൽ ടു 1 to m CI 2⁻⁻I എന്ന് വരും. ഓക്കെ, ഇപ്പൊ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ബി വരെ ഉണ്ട്, ബിയിൽ നിന്ന് എം വരെ ഉള്ള കുറച്ചു, അത്രയും ബിറ്റ്സിൻ്റെ സബ്ട്രാക്ട് ചെയ്തു, ബാക്കി നമുക്ക് എന്ത് വരും, എം തൊട്ട് ബി വരെ വരുള്ളൂ. സോ സിഗ്മ ഐ ഈസ് ഈക്വൽ ടു എം ടു ബി എന്നായിട്ട് മാറും. ബാക്കി എന്ത് വരും, CI 2⁻⁻I അല്ലേ. ഈ സാധനം ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ള ഈ വാല്യൂ, അതായത് xt-x എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു സംഭവമാണ്. അതെന്തായാലും എന്താണ് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റും, ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് അല്ലേ. അതായത് കോഎഫിഷ്യന്റുകൾ ഒന്നുമില്ല, എല്ലാം 0 ആണെങ്കിൽ അത് 0 എന്ന് കിട്ടും. കോഎഫിഷ്യന്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടാൻ പോകും, കാരണം ഒരു നെഗറ്റീവ് സൈൻ ഒന്നും ഇല്ല. സോ ഈ ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ് നമുക്ക് 0 അല്ലെങ്കിൽ പോസിറ്റീവ് ആണ്. ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ് 0 അല്ലെങ്കിൽ പോസിറ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് എറർ, ഇപ്പോൾ ഇത് നെഗറ്റീവ് നമ്പർ ആണ്. അപ്പോൾ എറർ എന്ന് പറയുമ്പോൾ ശരിക്കും നെഗറ്റീവിൻ്റെ കേസിലാണ് വരുന്നത്. അപ്പോൾ xt-യും x-ഉം തമ്മിലുള്ള മാഗ്നിറ്റ്യൂഡിലെ ചേഞ്ച് പോസിറ്റീവ് ആണെന്ന അർത്ഥം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വരുന്നത്, നേരത്തെ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളതാണ് അല്ലേ. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എറർ ഈസ് നെഗറ്റീവ് അല്ലെ. എറർ നെഗറ്റീവ് ആണ് എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഇവിടെ ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ് ആണ് പോസിറ്റീവ്, അപ്പൊ അതിനെന്തായാലും എറർ എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പറിലാണ് എടുക്കുന്നത്, അപ്പൊ അതിനെന്തായാലും ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടായിരിക്കും അല്ലെ. അപ്പോൾ എറർ ഈസ് നെഗറ്റീവ് ആൻഡ് സാറ്റിസ്ഫൈസ് ദി ഇനീക്വാലിറ്റി. ഏത് ഇനീക്വാലിറ്റിയാ, നേരത്തെ ഇനീക്വാലിറ്റി, അതായത് 0 greater than or equal to xt minus x greater than or equal to minus 2⁻⁻b. ആ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ഇത് വെറുതെ എഴുതണമെങ്കിൽ സെയിം കാര്യം തന്നെയാണ്, നമ്പർ വെറുതെ 2 ഇട്ട് വെച്ചു മാത്രം. അപ്പോൾ ആ ഇനീക്വാലിറ്റി അത് സാറ്റിസ്ഫൈ ചെയ്തു. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് 2's കോംപ്ലിമെന്റിന്റെ കേസിലാണ് ഇപ്പോൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ 1's കോംപ്ലിമെന്റ് റെപ്രസെൻറ്റേഷനും കൂടി നോക്കാം. ഫോർ 1's കോംപ്ലിമെന്റ് റെപ്രസെൻറ്റേഷൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇതേപോലെ തന്നെയാണ്, പക്ഷേ 1's കോംപ്ലിമെന്റിൽ നമ്മൾ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റ് ചെയ്യുന്നതിൽ ചെറിയ വ്യത്യാസം, അതായത് നെഗറ്റീവ് നമ്പറിന്റെ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷനിൽ ഡിഫറൻസ് വരും. അത് മാത്രം തന്നെയാണ് അവിടുത്തെ വ്യത്യാസം വരുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ 1's കോംപ്ലിമെന്റിന്റെ കേസിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് നെഗറ്റീവ് നമ്പർ is given by x is equal to 1 minus sigma, ആദ്യത്തെ 1 minus sigma I equal to 1 to b CI 2⁻⁻I. അത് ഓക്കെ, അത് അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത്രയും പോർഷൻ 2's കോംപ്ലിമെന്റ് അതേപോലെ തന്നെയാണ്, മൈനസ് ഒരു ടേം കൂടി വരും 2⁻⁻b. ഇതാണ് നമ്മളുടെ 1's കോംപ്ലിമെന്റിലെ റെപ്രസെൻറ്റേഷൻ വരുന്നത്. ഇനി നമ്മളിപ്പോൾ അതിനെ ട്രങ്കേറ്റ് ചെയ്യുകയാണെങ്കിൽ, if we truncate number to നേരത്തെ പോലെ n ബിറ്റ്സിലേക്ക് ട്രങ്കേറ്റ് ചെയ്തു, അതായത് b ബിറ്റ്സിൽ ഉണ്ടായിരുന്നതിനെ n ബിറ്റ്സിലേക്ക് ട്രങ്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ xt കിട്ടും. ആൻഡ് ദാറ്റ് xt വിൽ ബി ഈക്വൽ ടു ഇൻ ദിസ് കേസ് 1 മൈനസ് സിഗ്മ I ഈക്വൽ ടു, ഇപ്പോൾ എന്തായി, 1 to ni CI 2⁻⁻I. മറ്റേതും എന്തായി മാറും, 2⁻⁻n ആയിട്ട് മാറും അല്ലെ. അപ്പൊ അതേപോലെ ഇതിലും നമുക്ക് ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ് കാണാമല്ലോ. therefore ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ് ആണ്, ശ്രദ്ധിക്കുക, ചേഞ്ച് ഇൻ magnitude. So the change in magnitude, that is xt minus
എക്സ് ഈക്വൽ ടു എന്ത് ഒരു മൈനസ് ഉണ്ടായിരുന്നു എക്സ് ടി മൈനസ് എക്സ് വിൽ ബി. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നുള്ളൂ മാത്രമേ അവിടെ എഴുതുന്നു. സിഗ്മ ഐ ഈസ് ഈക്വൽ ടു എന്ത് വരും എൻ ടു ബി. അതൊക്കെ നേരത്തെ അതേ സാധനം തന്നെയാണ് വരുന്നത്. സി ഐ 2 മൈനസ് ഐ വരും. പിന്നെ ഒരെണ്ണം കൂടിയും വരും അവിടെ മൈനസ് ഓഫ് 2 മൈനസ് എൻ മൈനസ് 2 മൈനസ് ബി. ഇങ്ങനെയാണ് കിട്ടുക അല്ലേ. ഈ സാധനം എന്തായാലും എന്താവാനാണ് നമുക്കൊരു ചാൻസ് അവിടെ വരുന്നത് നെഗറ്റീവ് ആവാനാണ്. കാരണം ഇങ്ങനെ ഒരു ടേം അവിടെ നിൽക്കുന്നുണ്ട്. സോ ദിസ് തിങ് വിൽ ബി എക്സ് ടി മൈനസ് എക്സ് വിൽ ബി ലെസ് ദാൻ 0. അപ്പോൾ ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ് നെഗറ്റീവ് ആയിട്ടാണ് കിട്ടുക. അപ്പോൾ എറർ എന്തായിരിക്കും ഇവിടുത്തെ എറർ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ് കുറയുക എന്നാണ് അർത്ഥം ഇത് ട്രങ്കേഷൻ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എറർ ഈസ് പോസിറ്റീവ്. സോ ഹിയർ എറർ ആക്ച്വൽ എറർ ആണ് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവിൻ്റെ. എറർ ഈസ് പോസിറ്റീവ് അല്ലെ. എറർ ഈസ് പോസിറ്റീവ് ആൻഡ് സാറ്റിസ്ഫൈ എന്താണ് ഇവിടുത്തെ കണ്ടീഷൻ വരിക satisfy the inequality. നേരത്തെ ഡിഫറെൻ്റ് ആയിട്ടാണ് വരിക. 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയും. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ടി മൈനസ് എക്സ് ലെസ് ദാൻ 2 മൈനസ് ബി. അതാണ് ഇവിടെ നമ്മളുടെ കണ്ടീഷൻ കിട്ടാൻ പോകുന്നത് 2 മൈനസ് ബി. ഇതാണ് നമുക്ക് ഇക്വേഷൻ ഇവിടുന്ന് കിട്ടുക. ഇത് വേണമെങ്കിൽ തേർഡ് ഇക്വേഷൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം അതേപോലെ തന്നെ ഈ സംഭവം സൈൻ മാഗ്നിറ്റ്യൂഡിൻ്റെ കേസിലും ഇത് തന്നെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഈ ഒരു ലെസ് ദാൻ എന്നുള്ള കണ്ടീഷൻ തന്നെയാണ് സൈൻ മാഗ്നിറ്റ്യൂഡിൻ്റെ കേസിലും നമുക്ക് കിട്ടുക. ഓക്കെ, അതായത് ഇതേ സംഭവം തന്നെ സൈൻ മാഗ്നിറ്റ്യൂഡിൻ്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും കിട്ടാൻ പോകുന്നത്. അത് തൽക്കാലം പറയുന്നില്ല. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് ഫിക്സഡ് പോയിന്റിന്റെ കേസുകളായിരുന്നു. പോസിറ്റീവിലെല്ലാം ഒരേ കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 0 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എക്സ് ഡി മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു മൈനസ് 2 മൈനസ് ബി. അത് 2's കോംപ്ലിമെന്റ് നോക്കിയപ്പോഴും സെയിം കണ്ടീഷൻ തന്നെയാണ് കിട്ടി. 1's കോംപ്ലിമെന്റ് വന്നപ്പോൾ കണ്ടീഷൻ മാറി. എന്തായി 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ടി മൈനസ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 2 മൈനസ് ബി എന്ന് കിട്ടി. അത് തന്നെയാണ് സൈൻ മാഗ്നിറ്റ്യൂഡിലും ഫോളോ ചെയ്യുക. ഇനി നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് സിസ്റ്റത്തിലേക്ക് വരികയാണ്. സോ ഫ്ലോട്ടിംഗ് പോയിന്റ് സിസ്റ്റത്തിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ സിസ്റ്റം ആണ്. ഇപ്പോൾ നമുക്കറിയാം ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് എന്തൊക്കെയുണ്ട്, ഒരു എക്സ്പോണന്റ് പാർട്ടും മാൻഡിസ പാർട്ടും ഉണ്ട്. അതായത് ഇപ്പോൾ എക്സ് എന്നുള്ള നമ്പർ ആണെങ്കിൽ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു 2c ഇൻറ്റു എം. ഇതാണ് നമ്മളെ നോർമൽ റെപ്രസെൻറ്റേഷൻ എന്ന് വിചാരിക്കുക. ഇതിൻ്റെ ട്രങ്കേഷൻ്റെ എഫക്റ്റ് വരാൻ പോകുന്നത് മാൻഡിസ പാർട്ടിലാണ് ട്രങ്കേഷൻ്റെ എഫക്റ്റ് വരുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യാം നമുക്ക് ഇപ്പോൾ എന്താ ലെറ്റ് ദ മാൻഡിസ ഈസ് ട്രങ്കേറ്റഡ് ടു n bits. ഓക്കെ, സോ ലെറ്റ് ദി മാൻഡിസ പാർട്ടാണ് കേട്ടോ പറയുന്നത്. സോ മാൻഡിസ ഈസ് truncated to say n bits. ട്രങ്കേഷൻ n ബിറ്റിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒറിജിനൽ. ഞാൻ ജസ്റ്റ് അപ്പോൾ ഓക്കെ, ഇപ്പോൾ എക്സ് ടി ആണ് നമ്മുടെ പുതിയത് എഴുതുന്നത്. ഇതിന് മാറ്റമില്ല. എം പകരം ഞാൻ എം ടി എന്ന് എഴുതി. അതാണ് ട്രങ്കേറ്റഡ്. നമ്മളുടെ ആക്ച്വൽ ഉണ്ടായിരുന്നത് ഒന്നുകൂടി ഇവിടെ എഴുതിയിരിക്കാം 2c m ആയിരുന്നു നമ്മുടെ ഒറിജിനൽ സിഗ്നൽ. ഇത് ട്രങ്കേറ്റഡ് വേർഷൻ ആണ് 2c mt എന്ന് പറഞ്ഞിട്ട് അല്ലേ. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, എറർ. സോ എറർ തൽക്കാലം ഞാൻ എന്ന് എഴുതുന്നു. e is equal to xt minus x which will be equal to, ഇതാണ് xt ഇതാണ് x, രണ്ടും കോമൺ ആയിട്ട് എന്ത് പുറത്തേക്ക് എടുക്കാം 2c എടുക്കാം. ബാക്കി mt മൈനസ് m എന്ന് വരും. ഇതാണ് നമുക്കിവിടെ റെപ്രസെൻറ്റേഷൻ കിട്ടുക. വേണമെങ്കിൽ 4th ഇക്വേഷൻ എന്നുള്ള രീതിയിൽ എഴുതാവുന്നതാണ് അല്ലേ. പിന്നെ നമ്മളുടെ കയ്യിൽ ഓൾറെഡി എന്താ പറയുക, നമുക്കൊരു റിലേഷൻ ഉണ്ടല്ലോ. നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനീക്വാലിറ്റീസ് 2's കോംപ്ലിമെന്റും 1's കോംപ്ലിമെന്റിനും ഒക്കെ. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ ഇതിലെടുത്തിട്ട് അതിൻ്റെ ബേസിൽ ചെക്ക് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ മാൻഡിസ പാർട്ട് എന്ന് പറയുന്നത് ആ ഒരു രീതിക്കാണല്ലോ വരേണ്ടത്, പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഒക്കെ. അപ്പോൾ നമ്മൾ ആ രീതിക്കാണ് ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് മുന്നത്തെ ഇനീക്വാലിറ്റികൾ എടുത്തിട്ടാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ കിട്ടിയിട്ടുള്ളത് ഏതാ 2's കോംപ്ലിമെന്റിന്റെ കേസ്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ
ടൂസ് കോംപ്ലിമെൻ്റ് ആണ് വിചാരിക്കുക. ഇതിൻ്റെ ഈ മാൻഡിസെറ്റ് റെപ്രസെൻറ്റേഷൻ ആണ് പറയുന്നത്. ടൂസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് മാൻഡിസ. ആ രീതിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അവിടുത്തെ ആ ഇനീക്വാലിറ്റി നമുക്ക് ഓർമ്മ ഉണ്ട്. എന്താണ് ആ ഇനീക്വാലിറ്റി ഉണ്ടായിരുന്നത്? 0 greater than or equal to xt minus x greater than or equal to minus 2 raised to minus b. ഇതായിരുന്നു നമ്മുടെ ഇനീക്വാലിറ്റി ഉണ്ടായിരുന്നത്, അതായത് സെക്കൻഡ് ഇനീക്വാലിറ്റി പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഈ സംഭവം ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇപ്പം ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഈ നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ നമ്മൾ ഈ എക്സ് ടി മൈനസ് എക്സിന് സിമിലർ ആയിട്ട് നിൽക്കേണ്ട കാര്യം. കാരണം ഇവിടെയാണ്, ഇതാണല്ലോ നമ്മൾ മാൻഡിസ പാർട്ട്, അവിടെയാണ് ഈ പറഞ്ഞ ട്രങ്കേഷൻ നടന്നിട്ടുള്ളത്. അല്ലാണ്ട് ഈ എക്സ് ടി മൈനസ് എക്സ് അല്ല ഇപ്പോഴത്തെ നമ്മുടെ സംഭവം, ഇതാണ് അല്ലേ. അപ്പം അത് പ്രകാരം നമുക്ക് ഇവിടെ എഴുതാം എന്തെന്ന്, ഈ ഒരു കണ്ടീഷൻ പ്രകാരം നമുക്ക് ഇവിടെ എഴുതുകയാണെങ്കിൽ 0 greater than or equal to mt minus m greater than or equal to minus 2 raised to minus b എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പറയാം എന്തെന്ന് എഴുതാം, ഇപ്പോൾ ഈ എം ടി മൈനസ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് എന്തെന്ന് എഴുതാൻ പറ്റും, ഇ ബൈ 2 raised to c എന്ന് എഴുതിക്കൂടെ. 0 greater than or equal to e by 2 raised to c greater than or equal to minus 2 raised to minus b എന്നുള്ള രീതിയിൽ എഴുതാം. ജസ്റ്റ് ഇതിൽ നിന്ന് എം ടി മൈനസ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ബൈ 2 raised to കിട്ടും, അതുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാത്രം. അല്ലെങ്കിൽ ഇതിനെ തന്നെ മാറ്റി എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം, 0 greater than or equal to e greater than or equal to എന്ത് വരും, മൈനസ് 2 raised to minus b into 2 raised to c. ഈ 2 raised to c നെ അങ്ങോട്ട് എടുത്തു എന്ന് മാത്രം. അപ്പം ഇങ്ങനെ ഒരു റിലേഷൻ നമുക്ക് ഇവിടെ കിട്ടും. ജസ്റ്റ് ഞാൻ എൻ്റെ ഫിഫ്ത്ത് റിലേഷൻ ആയിട്ട് എഴുതണം. ഓക്കെ, ഇതാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള റിലേഷൻ വന്ന് നിൽക്കുന്നത്. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വിടുന്നതായിരുന്നു. ഇതിൽ തന്നെ നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്യാന്ന് വിചാരിക്കുക റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ ആയിട്ട് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യാന്ന് വിചാരിക്കുക. വി ഡിഫൈൻ റിലേറ്റീവ് എറർ ആസ്, റിലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലിന് റിലേറ്റീവ് ആയിട്ട് അത്ര ഉദ്ദേശിക്കുന്നു. റിലേറ്റീവ് എറർ ബൈ ആക്ച്വൽ വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നു. എറർ ആസ് അതിനെ എപ്സിലോൺ എന്നാണ് വിചാരിക്കുക, എപ്സിലോൺ എന്ന പേര് കൊടുക്കുന്നത്. അപ്പോൾ എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, എക്സ് ടി മൈനസ് എക്സ് ബൈ എക്സ്. ഇതാണ് ഇവിടുത്തെ എന്താ റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ ഇത് ഈ കേസിൽ നമ്മൾ ഈ എക്സ് ടി മൈനസ് എക്സിന് എന്താ കൊടുത്തിട്ടുള്ളത്, സ്മോൾ ലെറ്റർ ഇ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇ ബൈ എക്സ് എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ മുന്നത്തെ ഇനീക്വാലിറ്റി വേണമെങ്കിൽ മാറ്റി എഴുതാലോ. തൊട്ട് മുന്നേ എഴുതിയിട്ടുള്ള ഇനീക്വാലിറ്റി, അതായത് 5. അപ്പോൾ ഈ ഒരു സംഭവം 5ൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതിന് പകരം ഇക്ക് പകരം, അപ്പോൾ എനിക്ക് എപ്സിലോൺ എക്സ് എന്ന് എഴുതാലോ. ഇ ഈസ് ഈക്വൽ ടു, ഇതിന് കിട്ടാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ, ഇ ഈസ് ഈക്വൽ ടു എപ്സിലോൺ എക്സ്. അപ്പോൾ അത് വേണമെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. അപ്പോൾ എനിക്ക് എന്ന് എഴുതാം, 0 greater than or equal to എപ്സിലോൺ എക്സ് greater than minus 2 raised to minus b minus 2 raised minus b 2 raised to c എന്നുള്ള രീതിയിൽ വരും. ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുവിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ആ രീതിക്കാണ് നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ ഇനി നമുക്കറിയാം എക്സ് എന്താണെന്ന് അറിയാം. എക്സ് ഓൾറെഡി നമ്മൾ എടുത്ത് എന്താ ആക്ച്വൽ ഡാറ്റയാണ്, ആക്ച്വൽ നമ്മുടെ കയ്യിലുള്ള നമ്പർ ആയിരുന്നു. സോ എന്തെന്ന് എഴുതാം, എപ്സിലോൺ ഇൻറ്റു എക്സിന് പകരം എനിക്ക് ഇവിടെ അതിൻ്റെ 2 raised to c ഇൻറ്റു എം എന്ന് കൊടുക്കാമല്ലോ. ഗ്രേറ്റർ ദാൻ മൈനസ് 2 raised to മൈനസ് ബി ഇൻറ്റു 2 raised to c. അപ്പോൾ അത് ക്യാൻസൽ ആയി പോകും, ആ 2 raised to c അവിടെ ക്യാൻസൽ ആയി പോകും. അല്ലെങ്കിൽ നമുക്ക് അവിടെ എന്ത് മാത്രം കിട്ടും, 0 greater than or equal to എപ്സിലോൺ എം greater than മൈനസ് 2 raised to മൈനസ് ബി. അപ്പം അങ്ങനെ ഒരു റിലേഷനാണ് നമുക്കവിടെ ഫൈനലി കിട്ടുന്നത്. ഇപ്പോൾ ലെറ്റ് ഇറ്റ് ബി 6. അപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻ ഇപ്പോൾ നമുക്ക് കിട്ടി നിൽക്കുന്നുണ്ട്. ടൂസ് കോംപ്ലിമെന്റിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ടൂസ് കോംപ്ലിമെന്റിൽ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും സെയിം ഇത് വന്നതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമുക്കറിയാം ടൂസ് കോംപ്ലിമെന്റ് കേസിൽ അതായത് എം ഈക്വൽ ടു 1/2 ആണെങ്കിൽ, ഇഫ് നമുക്കറിയാം എമ്മിൻ്റെ റേഞ്ച് എം 1/2 to 1 ആണ്. ഇഫ് എം ഈസ് ഈക്വൽ ടു 1/2 ദെൻ ദി relative error will be maximum. So relative error is maximum. So relative error maximum ആവുന്നത് എപ്പോഴായിരിക്കും, m equal to 1/2 ആവുന്ന കേസിലായിരിക്കും.
അല്ലേ, ഈ എപ്സിലോൺ എന്ന് പറയുന്ന സാധനം. കാരണം 1 ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു മാറ്റം എന്ന് പറയുന്നത് 1/2 ഇട്ട് കഴിഞ്ഞാൽ ഒരു 2 കൂടി ഇങ്ങോട്ട് കയറി വരും, ആ 2 ഇങ്ങോട്ട് എത്തും. അപ്പം അങ്ങനെയാണ് മാക്സിമം വാല്യൂ കിട്ടുക അല്ലേ. അപ്പോൾ ആ രീതിക്ക് നമ്മളിവിടെ എഴുതുമ്പോൾ നമുക്ക് എന്തെന്നാ കണ്ടീഷൻ കിട്ടുക, therefore we have, ആ രീതിയിൽ നമ്മൾ എഴുതി നോക്കുകയാണെങ്കിൽ എന്ത് വരും, 0 ഗ്രേറ്റർ ദാൻ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 1/2 കൂടി ഉണ്ട്, ആ 2 പുറത്തേക്ക് വന്ന -2 × 2⁻⁻b എന്നുള്ള രീതിക്ക് നമുക്ക് കിട്ടും. ലെറ്റ് ഇറ്റ് ബി 7. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മൾ -2 നെഗറ്റീവ് എന്നുള്ള രീതിയിൽ എടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ റിലേറ്റീവ് എറർ എന്താ വരിക, ഇപ്പോൾ m -1/2. സോ ഇഫ് m ഈസ് ഈക്വൽ ടു -1/2 ആണ് എടുക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ നമുക്ക് ശരിക്കും അവിടെ വരിക, 0 ഇങ്ങനെയാണ് വരിക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു -1/2 ഗ്രേറ്റർ ദാൻ -2⁻⁻b എന്നുള്ള രീതിയിലാണ് വരിക. അപ്പോൾ മൈനസ് ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യും, എല്ലാം ജസ്റ്റ് റിവേഴ്സ് ചെയ്യും, എന്ത് ഇനീക്വാലിറ്റി തിരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇനീക്വാലിറ്റി തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി മാറും, 0 ലെസ് ദാൻ എപ്സിലോൺ, ഈ 2നെ അങ്ങോട്ട് ഞാൻ എടുക്കുന്നു, എന്തെന്ന് വരും 2 × 2⁻⁻b, ആ മൈനസ് ഒക്കെ കളഞ്ഞ് നമ്മൾ ഇനീക്വാലിറ്റി റിവേഴ്സ് ചെയ്തിട്ട് എഴുതി. ഇപ്പം ഇതാണ് നമ്മളുടെ ഏത് കേസിൽ, 2's കോംപ്ലിമെന്റിന്റെ കേസിൽ 1/2-നും -1/2-നും ഇപ്പം ഈ റേഞ്ചുകളിലാണ് എടുക്കുന്നത്. 0 to -2 2⁻⁻b-യും 0 to 2 2⁻⁻b. ഇതിപ്പോൾ നെഗറ്റീവ് പോർഷനിലും ഇത് പോസിറ്റീവ് പോർഷനിലും ആയിട്ടാണ് ഇത് കിടക്കുന്നത്. അതായത് ഇതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ വരയ്ക്കുന്ന റേഞ്ചുകളാണ് ഫിക്സ് ചെയ്യുന്നത്. ഇതതിന്റെ നെഗറ്റീവ് ബൗണ്ടറി വരും, അതേപോലെ ഇത് അതിന്റെ എന്ത് വരും, പോസിറ്റീവ് ബൗണ്ടറി ആയിട്ടും വരും. അപ്പോൾ അതിനാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ അതാണ് 2's കോംപ്ലിമെന്റിന്റെ കേസിൽ. ഇതേപോലെ ഇനി നമുക്ക് അടുത്തത് 1's കോംപ്ലിമെന്റിന്റെ കൂടി നോക്കണം. ഓക്കെ, അപ്പോൾ 1's കോംപ്ലിമെന്റിൽ വരുമ്പോൾ വ്യത്യാസമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവിനും നെഗറ്റീവിനും സെയിം ഇനീക്വാലിറ്റി ആയിരുന്നില്ല. 2's കോംപ്ലിമെന്റിന്റെ കേസിൽ നമ്മൾ ഒറ്റണ്ണേ പറഞ്ഞു പോയുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇനീക്വാലിറ്റി എന്തായിരുന്നു, സെയിം ആയിരുന്നു 2's കോംപ്ലിമെന്റിന്റെ കേസിൽ. അതുകൊണ്ടാണ് നമുക്ക് സെയിം എന്നുള്ള രീതിയിൽ കിട്ടിയത്. കാരണം അവിടുത്തെ ഇനീക്വാലിറ്റി ഒരൊറ്റത് ഞാൻ പറഞ്ഞ ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ കേസിൽ 1's കോംപ്ലിമെന്റ് വരുമ്പോൾ പോസിറ്റീവ് നമ്പറിന് ഇതും വരും, നെഗറ്റീവ് നമ്പറിന് നേരെ തിരിഞ്ഞിട്ടുള്ള ഇതുമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ രണ്ടെണ്ണമായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ 1's കോംപ്ലിമെന്റ് റെപ്രസെൻറ്റേഷനിൽ ആദ്യം അപ്പോൾ പോസിറ്റീവ് വാല്യൂസ്, സോ പോസിറ്റീവ് വാല്യൂസ് ഓഫ് മാൻറ്റിസ വേറെ പറയേണ്ടി വരും, നെഗറ്റീവ് വേറെ പറയേണ്ടി വരും. പോസിറ്റീവ് വാല്യൂസ് ഓഫ് മാൻറ്റിസ എന്തായിരിക്കും നമ്മളെ കണ്ടീഷൻ വരാൻ പോകുന്നത്, സിമിലർ ആയിട്ട് മറ്റേ സിമിലർ ആയിട്ട് 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു mt - m ഗ്രേറ്റർ ദാൻ -2⁻⁻b എന്നാണ് കിട്ടുക. ഓർ 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു e ഗ്രേറ്റർ ദാൻ -2⁻⁻b ഇൻറ്റു 2c എന്ന് കിട്ടും. ഇതൊക്കെ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അവിടെ നമ്മൾ ആ എപ്സിലോൺ ഡിഫൈൻ ചെയ്തത് പ്രകാരം e ഈസ് ഈക്വൽ ടു നമുക്കറിയാം, e ഈസ് ഈക്വൽ ടു എപ്സിലോൺ x എന്നുള്ളതാണ്. അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്താ, 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ -2 ഇൻറ്റു 2 സോറി, അതായത് മറ്റേ സിമിലർ ആയിട്ട് എപ്സിലോൺ m, അവസാനം എപ്സിലോൺ m അല്ലേ വരും, എപ്സിലോൺ m ഗ്രേറ്റർ ദാൻ -2⁻⁻b എന്നുള്ള രീതിയിൽ കിട്ടും. ഇനി ഇതിൽ നമ്മൾ പോസിറ്റീവ് m ഈക്വൽ ടു 1/2 എന്നുള്ള രീതിയിൽ ചെക്ക് ചെയ്യാം. 1/2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം കിട്ടുമല്ലോ, ഇംപ്ലൈസ് മാക്സിമം റേഞ്ച് കിട്ടും. അപ്പോൾ ആ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക, 0 ഗ്രേറ്റർ ദാൻ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 1/2 ആണ്, 2 ഇങ്ങോട്ട് വരും. സോ -2 ഇൻറ്റു 2⁻⁻b എന്നുള്ള രീതിയിൽ നമുക്കിവിടെ കിട്ടും. ഇതിന് നമ്പർ വേണമെങ്കിൽ 9th. ഓക്കെ, ഇത് 9 ആയിട്ട് വരും. മറ്റേ സിമിലർ ആയിട്ട് തന്നെ നമുക്കിവിടെ കിട്ടും. ഇതാണ് m1/2, അതായത് പോസിറ്റീവ് വാല്യൂസിന്റെ കേസിലാണല്ലോ m1/2 എടുക്കുന്നത്. മറ്റോടത്തായിരുന്നപ്പോൾ രണ്ടും സെയിം ഇതിന് ചെയ്യാൻ പറ്റുമായിരുന്നു, ഇവിടെ അത് പറ്റില്ല. അടുത്തത് നെഗറ്റീവ് വാല്യൂ -1/2 കിട്ടാൻ വേണമെങ്കിൽ നെഗറ്റീവ് വാല്യൂസ് ഓഫ് മാൻറ്റിസയ്ക്കുള്ള റിലേഷൻ വേണം നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്കറിയാം, 0 നേരെ തിരിഞ്ഞിട്ടുള്ള mt - m ലെസ് ദാൻ 2⁻⁻b നമ്മുടെ തുടക്കത്തിലെ 4th റിലേഷൻ പ്രകാരമാണ് ഈ പറയുന്നത്. അത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു xt - x ലെസ് ദാൻ 2⁻⁻b എന്ന് കിട്ടിയിട്ടുണ്ടോ. ആ റിലേഷൻ പ്രകാരമാണ് നമുക്ക് ഇവിടെ മാൻറ്റിസയ്ക്ക് ഇങ്ങനെ ഒരു റിലേഷൻ വരിക അല്ലേ.
ഇതാണ് നമുക്ക് റിലേഷൻ വരിക. അല്ലെങ്കിൽ 0 ഇതിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെസ് ദാൻ ഈക്വൽ ടു ഇ ലെസ് ദാൻ 2 റേസ് ടു സി 2 റേസ് ടു മൈനസ് ബി എന്നുള്ള രീതിയിൽ കിട്ടും. ആൻഡ് ഇവിടെ നമ്മൾ വിത്ത് എം ഈസ് ഈക്വൽ ടു -1/2 മാക്സിമം റിലേറ്റീവ് എറർ നെഗറ്റീവിൻ്റെ കേസിൽ നമുക്ക് കിട്ടും. എന്തായിരിക്കും കിട്ടുക? 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 greater than or equal to epsilon greater than or equal to -2 into 2 raised to minus b എന്ന് വരും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ എപ്സിലോൺ എം ഉണ്ടായിരിക്കും, അതിൽ എമ്മിന് -1/2 കൊടുക്കുകയാണ്. അപ്പോൾ നെഗറ്റീവ് സൈൻ വരും. അത് ഇവിടെ ഇപ്പോൾ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളത് തിരിക്കണം, ഇനീക്വാലിറ്റി. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. ഇതിലും നമുക്ക് ആ റേഞ്ച് കിട്ടും. പോസിറ്റീവ് എന്താ പറയുക, രണ്ടും സെയിം സാധനങ്ങളെ കിട്ടിയത്. 9 നമ്മുടെ പോസ്റ്റിൻ്റെ കേസിൽ. ഇതാണ് നമ്മളുടെ 10 എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് സെയിം ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. 9ഉം 10ഉം നോക്കിക്കഴിഞ്ഞാൽ സെയിം കിട്ടും. അപ്പോൾ ഇവിടുത്തെ കേസിൽ വൺസ് കോംപ്ലിമെൻ്റ് കേസിൽ പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാലും നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാലും സെയിം കാര്യമാണ്. 0 to -2 2 റേസ് ടു മൈനസ് ബി ആണ് കിട്ടുന്നത്. അപ്പോൾ നെഗറ്റീവ് സൈഡിൽ മാത്രമേ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വരുന്നുള്ളൂ. പക്ഷേ മറ്റേൻ്റെ കേസിൽ, ഏതിൻ്റെ കേസിലാണ്, 2's കോംപ്ലിമെൻ്റ് കേസിൽ നമുക്ക് രണ്ടും വരുന്നുണ്ട്. 0 to ഇതും വരുന്നുണ്ട്, 0 to വരുന്നുണ്ട്. അതായത് നെഗറ്റീവും വരുന്നുണ്ട്, പോസിറ്റീവും വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻസ് പ്ലോട്ട് ചെയ്യാം. പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻസ് ഓരോ കേസിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ വൺസ് കോംപ്ലിമെൻറ്റും സൈൻ മാഗ്നിറ്റ്യൂഡും സിമിലർ ആയിട്ട് വരും. 2's കോംപ്ലിമെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഫിക്സഡ് പോയിന്റിൻ്റെ കേസിൽ 2's കോംപ്ലിമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. കാരണം എന്താ പറയുക, ആ റേഞ്ച് വരുന്നത് -0 to 2 റേസ് ടു -2 റേസ് ടു മൈനസ് ബി ആണ്. സോ -2 റേസ് ടു മൈനസ് ബി, ഇത് വരിക 2 റേസ് ടു ബി. കാരണം നമുക്കറിയാം ഇതിൻ്റെ എന്താ പറയുക, ഈ ഏരിയ എന്ന് പറയുന്നത് 1 എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ കോൺസ്റ്റന്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നോക്കി നോക്കുക, 0 - 2 റേസ് ടു മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 റേസ് ടു മൈനസ് ബി ആണ്. ഇൻറ്റു 2 റേസ് ബി ചെയ്ത് കഴിഞ്ഞാൽ 1 വരും. അപ്പോൾ അതേപോലെ നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റിൻ്റെ എടുക്കുമ്പോൾ നമുക്ക് എന്ത് ഫിക്സഡിൽ രണ്ടും വരുന്നുണ്ട്. അതായത് -2 റേസ് ടു മൈനസ് ബിയും വരുന്നുണ്ട്, 2 റേസ് ടു മൈനസ് ബിയും വരുന്നുണ്ട്. ഇപ്പോൾ ആ രീതിക്കാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ 2 റേസ് ടു മൈനസ് ബി -2 റേസ് ടു മൈനസ് ബി എന്ന് പറഞ്ഞാൽ 2 റേസ് ടു മൈനസ് ബി ആണ്. അപ്പോൾ അത് ക്യാൻസൽ ആവണമെങ്കിൽ 1 ആവണമെങ്കിൽ 2 റേസ് ടു ബി ബൈ 2 വരും. അതേപോലെ ഫ്ലോട്ടിങ്ങിൽ എടുക്കുക, 2's കോംപ്ലിമെൻറ്റിൻ്റെ -2 ഇൻറ്റു 2 റേസ് ടു മൈനസ് ബിയും 2 ഇൻറ്റു 2 റേസ് ടു മൈനസ് ബി ആണ് നമുക്ക് കിട്ടിയപ്പോൾ അത് പ്രകാരം ബൈ 4 വരും. അതേപോലെ വൺസ് കോംപ്ലിമെൻറ്റ് എടുത്തപ്പോൾ നമുക്ക് ഒരു റേഞ്ച് മാത്രമേ കിട്ടുള്ളൂ നെഗറ്റീവിൻ്റെ. അപ്പോൾ അത് ഈ രീതിക്കും വരും. ഇതാണ് ട്രങ്കേഷൻ്റെ ഫിക്സഡും ഫ്ലോട്ടിങ്ങും വരുന്നത്, എന്ത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻസ് വരുന്നത്. ഇപ്പോൾ ഇതേപോലെ ഇനി നമുക്ക് ഇതിൻ്റെ കേസും കൂടി ജസ്റ്റ് നോക്കാം, റൗണ്ടിങ്ങിൻ്റെയും കൂടി ജസ്റ്റ് നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഫിക്സഡിൽ നമ്മൾ പി ഓഫ് ഇ എറർ ആണ് പറയുന്നത്, മറ്റേലാകുമ്പോൾ റിലേറ്റീവ് എറർ ആണ്, ബൈ എക്സും കൂടി ചെയ്തിട്ടാണ് പറയുന്നത് ഫ്ലോട്ടിങ്ങിൽ. അതൊന്ന് ശ്രദ്ധിക്കുക. ഫിക്സഡിൽ നമ്മൾ ജസ്റ്റ് പി ഓഫ് ഇ ആണ്, പ്രോബിലിറ്റി എറർ ഡിസ്ട്രിബ്യൂഷൻ ആണ്. മറ്റേത് റിലേറ്റീവ് എറർ ആണ് ഫ്ലോട്ടിങ്ങിൽ പറയുന്നത്. ഓക്കെ. അപ്പോൾ എറർ ഡ്യൂ ടു റൗണ്ടിങ്ങിലേക്ക് വരാം. ഇപ്പോൾ അതിൽ തന്നെ ഫിക്സഡ് പോയിന്റും ഫ്ലോട്ടിംഗ് പോയിന്റും ഇവിടുത്തെ കേസിലും വരും. ഇപ്പോൾ ഫിക്സഡ് പോയിന്റ് ഏതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഒരു ഇനീക്വാലിറ്റി തന്നെയാണ് കിട്ടാനുള്ളത്, എറർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ എറർ നമുക്കറിയാം, ഈ എറർ ഈസ് ഈക്വൽ ടു എക്സ് സൗണ്ടിങ് അല്ല, അപ്പോൾ എക്സ് ആർ എന്നുള്ള രീതിയിലേക്ക് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. അതല്ലെങ്കിൽ ട്രങ്കേഷനിലെ എന്താ പറയുക, ഇതിൽ ആർ എന്നുള്ള രീതിയിൽ എഴുതാം. എക്സ് ഓഫ് ആർ മൈനസ് എക്സ് ആണ് വരാൻ പോകുന്നത്. അപ്പം അത് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് -2 റേസ് ടു മൈനസ് ബി ബൈ 2നും ഇടയിലായിരിക്കും 2 റേസ് ടു മൈനസ് ബി ബൈ 2നും ഇടയിലായിരിക്കും നമ്മളുടെ ഈ എറർ നിൽക്കാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ അറിയാം റൗണ്ടിങ് ആണ് ചെയ്യുന്നത്. റൗണ്ടിങ് വാല്യൂ വിൽ ബി ഹാഫ് വേ ബിറ്റ്വീൻ ദ 2 ലെവൽസ്. അപ്പുറത്തുള്ള 2 ലെവലുകളുടെ ഇടയിലായിട്ടാണ് എന്തായാലും വരാൻ പോകുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ താഴത്തേക്ക് വലിക്കാം അല്ലെങ്കിൽ മേലേക്ക് വലിക്കാം. അത് ഡിഫറൻസ് എന്തായാലും ബൈ 2ൻ്റെ ഡിഫറൻസ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതായിരിക്കും കണ്ടീഷൻ വരിക. അപ്പോൾ ഈ സംഭവം എന്ന് പറയുന്നത് ഇവിടെ എല്ലാറ്റിനും അപ്ലിക്കബിൾ ആണ്. അതായത് ഇപ്പോൾ സൈൻ മാഗ്നിറ്റ്യൂഡ് ആയാലും വൺസ് കോംപ്ലിമെൻ്റ് ആയാലും 2's കോംപ്ലിമെൻ്റ് ആയാലും ഏതാ ഈ പറഞ്ഞ കണ്ടീഷൻ ഫിക്സഡ് പോയിന്റിലത്തെ
ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇനി നമ്മൾ ഏതും കൂടി നോക്കുക വേണ്ടുള്ളൂ, ഫ്ലോട്ടിംഗ് പോയിന്റിൻ്റെ സെപ്പറേറ്റ് നോക്കാം. സോ ഫ്ലോട്ടിംഗ് പോയിന്റ് അരിതമെറ്റിക്കിൻ്റെ കേസിൽ ശ്രദ്ധിക്കുക, അവിടെയും നേരത്തെ പോലെ തന്നെയാണ് വരിക. ഏതാ മാൻഡിസ പാർട്ട് തന്നെയാണ് എന്ത് ചെയ്യാൻ പോകുന്നുള്ളൂ, എഫക്റ്റ് ചെയ്യാൻ പോകുന്നുള്ളൂ. അത് ജസ്റ്റ് ഈ ഒരു കണ്ടീഷൻ്റെ ബേസിൽ, ഇപ്പോൾ നമ്മൾ വേറെ എഴുതിയിട്ടുള്ള കണ്ടീഷൻ്റെ ബേസിൽ ഫ്ലോട്ടിംഗ് പോയിന്റിൽ എങ്ങനെ വരുമെന്നുള്ളത് നോക്കാമെന്ന് മാത്രമേ ചെയ്യാനുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാം നമ്മുടെ കയ്യിൽ നമ്പർ എക്സ് ഈക്വൽ ടു 2c ഇൻറ്റു എം. നേരത്തെ എടുത്താറുന്ന പോലെ തന്നെ എക്സ് ഈക്വൽ ടു 2c ഇൻറ്റു എം ആണ് നമ്മളുടെ റൗണ്ടഡ് സാധനം. എക്സ് ആർ എന്ന് എഴുതാം. എക്സ് ആർ ഈക്വൽ ടു 2c ഇൻറ്റു എം ആർ. അപ്പോൾ റൗണ്ടിങ് എവിടെയാണ് നടന്നിട്ടുള്ളത്, ഇതിലാണ് സംഭവം പരിപാടി നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ദെർഫോർ നമുക്ക് എറർ എന്ത് കിട്ടും, എറർ ഈസ് ഈക്വൽ ടു എക്സ് ആർ മൈനസ് എക്സ് ആണ് നമുക്കറിയാം, ഈക്വൽ ടു എന്ത് വരും, 2c ഇൻറ്റു എം ആർ മൈനസ് എം എന്ന് വരും. ഇതാണ് നമുക്ക് റിലേഷൻ കിട്ടുക. നമ്പർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു കേസിലത്തെ പുതിയ എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിന് വേണമെങ്കിൽ തൽക്കാലം 1 എന്ന് കൊടുക്കാം. ഇത് നമ്മൾ 2 എന്ന് കൊടുക്കാം, അതായത് റൗണ്ടിങ്ങിൻ്റെ കേസിലത്തെ. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുക അല്ലേ. അപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് അറിയാം നമ്മളുടെ ഈ എം ആർ മൈനസ് എം എന്ന് പറയുന്നത് ഫിക്സഡ് പോയിന്റിലാണ് എടുക്കുന്നത്. അപ്പോൾ മുന്നത്തെ ഇനീക്വാലിറ്റി അത് സാറ്റിസ്ഫൈ ചെയ്യണം, തൊട്ട് മുന്നത്തെ 1 എന്നുള്ള ഇനീക്വാലിറ്റി. സോ for rounding we have, or we can write minus 2 raised to minus b divided by 2 less than or equal to mt minus m less than or equal to 2 raised to minus b by 2 എഴുതാലോ അല്ലേ. ഇതിൽ ഇനി നമ്മൾ മറ്റേത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് വിചാരിക്കാം. ഏതാ, എക്സ് ടി മൈനസ് എക്സിന് പകരം നമ്മളുടെ കയ്യിലുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെ മാറ്റിയിട്ട് എങ്ങനെ എഴുതാം, ഈ എം ടി മൈനസ് എമ്മിന് പകരം നമ്മൾ മറ്റേത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്തെന്ന് വരും, എക്സ് ടി മൈനസ് എക്സ് ബൈ 2 raised to c എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. അപ്പോൾ ഇതിങ്ങനെ വരും മൈനസ് 2 raised to minus b by 2. മുന്നത്തെ ഇതിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എം ടി അല്ല എം ആർ. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആർ മൈനസ് എക്സ് ബൈ 2 raised to c ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 raised to minus b by 2 എന്ന് എഴുതാലോ. എഴുതാം. ഓക്കെ, ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം, മൈനസ് 2 raised to c ഇൻറ്റു 2 raised to minus b by 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് വരും, എക്സ് ടി മൈനസ് എക്സ് ആർ മൈനസ് എക്സ്, കാരണം ഇത് അങ്ങോട്ട് പോയി, ബാക്കി ഇപ്പുറത്തും അത് വരണം, 2 raised to c ഇൻറ്റു 2 raised to minus b by 2 എന്നുള്ള രീതിയിൽ കിട്ടും. ഇവിടെയും നേരത്തെ പോലെ നമ്മൾ റിലേറ്റീവ് എറർ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, മൈനസ് 2 raised to c 2 raised to minus b by 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതെന്തായിട്ട് മാറും, എപ്സിലോൺ എക്സ് നാവും അല്ലേ, റിലേറ്റീവ് എറർ. കാരണം നമുക്ക് അറിയാം എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആർ മൈനസ് എക്സ് ബൈ എക്സിനെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എക്സ് ആർ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എപ്സിലോൺ എക്സിന് എഴുതാലോ. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു വാട്ട്, 2 raised to c 2 raised to minus b by 2 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ അതേപോലെ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് എക്സ് ഈസ് ഈക്വൽ ടു നമ്മളുടെ എന്താ 2 raised to c ഇൻറ്റു എം ആണ്, അതുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ മൈനസ് എന്ത് കിട്ടും, 2 raised to c 2 raised to minus b by 2 എപ്സിലോൺ ഇൻറ്റു എക്സിന് പകരം 2 raised to c m ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 raised to c 2 raised to minus b by 2 എന്ന് വരും. അപ്പോൾ അതിൽ ക്യാൻസൽ ആയി പോകും, ഏതാ 2 raised to c അതിൽ നിന്ന് ഒഴിവായി പോകും. ബാക്കി നമുക്ക് എന്താണ് കയ്യിലുണ്ടാവുക, ഫൈനലി വിൽ ഹാവ് മൈനസ് 2 raised to minus b by 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 raised to minus b by 2. ഇതാണ് ഇപ്പോൾ നമുക്ക് അവസാനം നമ്മുടെ കയ്യിൽ കിട്ടി നിൽക്കാൻ പോകുന്ന റിലേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിലെ ഇനി മാൻഡിസ 1/2നും 1നും ഇടയിൽ ഇപ്പോൾ 1/2 ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എം ഈസ് ഈക്വൽ ടു 1/2 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇതിപ്പോൾ ഫുൾ റേഞ്ച് ഉണ്ട്, മൈനസും പ്ലസും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എം ഈസ് ഈക്വൽ ടു 1/2 കൊടുത്താൽ നമുക്ക് അവിടെ എന്താ കിട്ടാൻ പോകുന്നത്, മൈനസ് 2 ക്യാൻസൽ ആയിപ്പോൾ, ഒരു 1/2 വരുമ്പോൾ 2 പറ്റിപ്പോൾ മൈനസ് 2 raised to minus b ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം
ലെസ് ദാൻ ഓർ ഈക്വൽ ടു സോറി എം അല്ല എമ്മിന് വാല്യൂ കൊടുത്ത എപ്സിലോൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് വരും 2⁻⁻b എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിന് പ്രകാരം നമുക്ക് ഇവിടെയും എന്ത് വരയ്ക്കാം, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കാവുന്നതാണ്. ഇപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വരച്ചാൽ എന്ത് വരും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഫോർ റൗണ്ടിങ് ഓഫ് ഇങ്ങനെയാണ് വരിക. ഇത് ഫിക്സഡ് പോയിന്റിൻ്റെ കേസിൽ -2⁻⁻b/2 തൊട്ടിട്ട് 2⁻⁻b/2, അപ്പോൾ അതിൻ്റെത് 1 ആവുന്ന രീതിയിൽ ഇത് 2⁻b വരും. ഇവിടെ ഫ്ലോട്ടിംഗ് പോയിന്റിലെ കേസിലാണ് -2⁻⁻b എന്നാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ടു 2⁻⁻b. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് by 2 കൂടി വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻസും വരിക. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ എന്താ പറയുക, റൗണ്ടിങ്ങിനും ക്വാണ്ടൈസേഷനും എന്താ പറയുക ട്രങ്കേഷനും റൗണ്ടിങ്ങിനുള്ള എറേഴ്സും അതിൻ്റെ റേഞ്ചും അതിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻസും ഒക്കെ വരുന്നത്. ഓക്കെ.